most welcome back to our family. അപ്പോൾ ഞാൻ രാത്രി 10 മണിക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇന്നത്തെ ദിവസം ഞാൻ ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് 8 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാശി ബേബിയായിട്ടുള്ള മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്ന് സെറ്റായത്. കുഞ്ഞിന് ചെറിയ കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ കാർട്ടൂൺ കാണിച്ചു കൊടുത്ത് അവിടുത്തെ ഇരുത്തേക്കാണ്. സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാലോ, അതിന് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും വീഡിയോ ചെയ്തില്ലല്ലോ, അപ്പോൾ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് സ്കിൻ കെയർ എൻ്റെ ആ ഒരു രീതികൾ ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഞാൻ രാത്രിയിൽ ഒട്ടും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ രാത്രിയിലത്തെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെത് ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നമ്മൾ ഡോട്ട് ആൻഡ് കീൻ്റെ ആണ്. ഡോട്ട് ആൻഡ് കീൻ്റെ ഞാനിപ്പം ഒരു ഫോണിൽ ചാർജ് കഴിയാതെ ഡോട്ട് ആൻഡ് കീ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 3-4-5 മാസത്തിൽ കൂടുതലായി ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ മോഡലാണ്. ഫസ്റ്റ് വൺ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാട്ടർമെലൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് എന്ന് പറയുന്നൊരു സാധനമാണ്. pH 5.5 ആണ് ഇതിനകത്ത് വരുന്നത്. സംഭവം അടിപൊളി ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ആദ്യം ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. നല്ല ഫേസ് വാഷാണ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. കണ്ട ഇത്രയും തീർന്നു അപ്പം തന്നെ അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ രണ്ടാമത്താണ്. ഫസ്റ്റ് വൺ നമ്മുടെ വാട്ടർമെലൻ്റെ ആയിരുന്നു. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. കണ്ട ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വരില്ല, പത വരില്ല. സ്മെല്ലൊരു ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. ഒരുപാട് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫേസ് വാഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി യൂസ് ചെയ്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഫേസിൽ ജസ്റ്റ് വെള്ളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരുള്ളൂ. സത്യത്തിൽ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പത വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, പത വരില്ല. ഞാൻ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന രീതി മാത്രം ഉണ്ടോ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ പ്രൊഫഷണൽസ് ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടുമുണ്ട്. നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ വേറെ എന്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫേസ് വാഷ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് ഈ ക്ലീൻ ചെയ്യുന്ന ജെല്ലോ വാട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ച് തന്നെ ഫേസ് വാഷ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോപ്പ് ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിൽ ബാത്തിങ് സോപ്പും ടോയ്ലറ്റ് സോപ്പും ഉണ്ടാവും. നിങ്ങൾ ബാത്തിങ് സോപ്പാണ് ഫേസിൽ അപ്ലൈ ചെയ്തെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടോയ്ലറ്റ് സോപ്പാണ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഒരുപാടിട്ടത് ചെയ്യേണ്ടതില്ല, എന്നെ സംസാരിക്കേണ്ടോണ്ടിട്ടാണ് കേട്ടോ ഞാൻ. അപ്പോഴേ ഞാൻ ഫേസ് വാഷ് ചെയ്തു. സംഭവം ഞാനിട്ട് ഉരച്ച കണക്കൊന്നും ഫേസ് വാഷ് ഇട്ട് അങ്ങനെ ഉരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലത്തെ ഫേസിൻ്റെ മുകളിലത്തെ ആ സ്കിന്നെ ഇളകി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഇല്ല സംസാരിച്ചോണ്ട് നിന്നോണ്ടിട്ടേ അങ്ങനെ അങ്ങ് ഇതായിപ്പോയതാ. ഞാനിപ്പോൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കറണ്ട് ഒരു സ്കിൻ കെയർ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ലൈക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യം മാത്രമാണ് കാണിക്കുന്നത്. കാര്യം ഞാനിത് സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ സ്കിന്നിന് ഒരു പ്രത്യേക മാറ്റം വന്നില്ലേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കിൻ കെയർ ഫേസ് വാഷാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, അപ്പോഴേ മനസ്സിലാവും കേട്ടോ. ഇനി ഞാൻ ടോൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോൺസിൻ്റെ ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ആണ് കേട്ടോ. സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. എസൻസ് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ടോണറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എസൻസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫേസിൽ
ഡാബ് ചെയ്ത് കൊടുക്കും, അത്രയും ഉള്ളൂ. എന്നാ കാശുകൊണ്ട താഴെ ഇറക്കി, അതാണ് അനങ്ങുന്നത്. ഫോൺ സ്റ്റാൻഡിനകത്ത് കയറി പിടിക്കുന്നു. അത്തിപ്പഴം അല്ലല്ലേ, എന്താ പറയുന്നത്? വീഡിയോ എടുത്തതിന് ശേഷം കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതുണ്ടോ, അമ്മ വീട്ടിൽ ശരിക്കുണ്ട് ഒരു വലിയ മരം നിറച്ച്. ഇത് ജസ്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അതാണ് കാരണം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവലോ തോർത്തൊക്കെ എടുത്തിട്ട്, കാശിക്കുട്ടനെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ, ടവലോ തോർത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് ഫേസിൽ ഒരിക്കലും തുടക്കരുത് കേട്ടോ. ജസ്റ്റ് ഞാൻ നേരത്തെ ചെയ്തതാണെങ്കിൽ ടാബ് ചെയ്തോളൂ, ഞാൻ അതിനെ പറയാൻ മറന്നു പോയതാ. ഒപ്പി എടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ചെറിയ ചെറിയ പോറലും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. ഇവിടെ 2 പീസ്. ഞാനിപ്പോൾ ചെയ്യുന്ന സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൽ നല്ല സ്കിൻ കെയർ തുടങ്ങിയതിന് ശേഷമല്ല കേട്ടോ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അത് എങ്ങനെ ഉണ്ടെന്ന് കുറച്ചുകൂടെ പോയതിന് ശേഷം പറയാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ ഇത്രയും ആയപ്പോൾ അറിയാമല്ലോ, ഒരു 1 മന്ത് അടുപ്പിച്ചിട്ടായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറം ആണ് അപ്ലൈ ചെയ്യുന്നത്. സത്യത്തിൽ ഈ സാധനം കൊറിയൻ സ്കിൻ കെയർ ആയതുകൊണ്ടിട്ടാണ് പ്രഗ്നൻസിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതും ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. ഭയങ്കര റേറ്റ് ആണേ, അത്യാവശ്യം നല്ല റേറ്റ് ആണ്. ഒരു 2000 അടുപ്പിച്ചൊക്കെ ഇതിന് റേറ്റ് വരുന്നുണ്ട്. ആ എസൻസ് വാട്ടറിന് എനിക്ക് തോന്നുന്നു 1300 സംതിങ് 400 സംതിങ് എന്തോ ആണ് കേട്ടോ. സിറത്തിന് അതേ കണക്കാൻ 1600 എത്ര എന്തോ ആണ്. ജസ്റ്റ് ഇതൊന്ന് ഉണങ്ങാൻ വിടുക. നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒപ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലേ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. സോ നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതും ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫേസ് ക്രീമാണ്. മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്രേ ഉള്ളൂ, പക്ഷെ മോയ്സ്ചറൈസർ അല്ല കേട്ടോ, അത് ഒരു ഫേസ് ക്രീമാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതേണ്ട ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ തന്നെയാണ്, കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. എസൻസ് വാട്ടറും സിറവും അതുപോലെ തന്നെ ഈ ഒരു ക്രീമുമാണ് ഞാൻ ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ് കേട്ടോ, നമ്മുടെ പോൺസിൻ്റെ ജെല്ലാണ്. ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തീരുമല്ലോ. അതേടെ കണ്ടോ, ഇതിൻ്റെ റേറ്റ് ഈ വലിയൊരു ബോട്ടിന് 499 രൂപയാണ് കേട്ടോ. തീരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, തീർന്നിട്ട് അടുത്ത് എടുക്കാമെന്ന് വെച്ചിട്ട്, എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് തീർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ആകെ ചെയ്യുന്ന സ്റ്റെപ്സ് ഇതാണ്. ഫേസ് വാഷ് ചെയ്യും, ദെൻ നമ്മുടെ ടോണിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഞാൻ എസൻസ് വാട്ടർ ഉപയോഗിക്കുന്നത്. നല്ലതാണ് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന നല്ല പ്രൊഡക്ട്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറി ആയിട്ട് മേടിച്ചു, നല്ല പ്രൊഡക്ട്സാണ്. ഞാൻ പിന്നെ കുറച്ചും കൂടെ പോയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് സ്കിൻ കെയർ മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകണത്. എസൻസ് വാട്ടർ വെച്ചിട്ട് ടോൺ ചെയ്യും, പിന്നെ ആ സിറം വെച്ചിട്ട് സിറം അപ്ലൈ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഷീറ്റ് മാസ്ക് ഇപ്പോൾ യൂസ് ചെയ്യും കേട്ടോ. അത്
2 വീക്സ് കൂടുമ്പോഴോ 1 വീക്ക് കൂടുമ്പോഴോ ഒക്കെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഡെയിലി ചെയ്യാറില്ല. അതുകൊണ്ടിട്ടാണ് ഇന്ന് കാണിക്കാത്തത്. പിന്നെ ഞാൻ ആ ക്രീം യൂസ് ചെയ്യും. പിന്നെ അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ദെൻ നമുക്ക് ഇന്ന് സാധാരണ ഞാൻ ചെയ്യാത്തൊരു സാധനം കേട്ടോ, ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഒരു ലിപ് ബാം ആണ്. ലിപ് ബാം ഭയങ്കര അത്യാവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ കളറുള്ളതാണ് കേട്ടോ, ടിൻറ്റഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ ഞാൻ ഈ ലിപ് ബാം അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കൊണ്ടിട്ട് അതും കൂടെ ഞാൻ അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഗേൾസും ബോയ്സും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ആണ്. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനോട് നിങ്ങൾക്കൊരു സ്നേഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ത്വര വരും. ഇത് കണ്ടോ, ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷൊക്കെ തോന്നുന്നില്ലേ? രാവിലെ എണീക്കുമ്പോഴും ഇതേ കണക്ക് തന്നെ ഉണ്ടാവും. ഈ ഒരു ഫീല് നമുക്ക് ഫേസിൽ രാവിലെ എണീക്കുമ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ വെട്ട കറക്റ്റ് അടിക്കുമ്പം ജസ്റ്റ് ഫേസൊക്കെ നല്ല തിളങ്ങുന്നില്ലേ? നല്ല പ്രൊഡക്ട്സ് ആണ്. സ്കിൻ കെയർ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മാറ്റം എന്താണ് എന്ന്. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനം ചെയ്യാതിരിക്കില്ല. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.